നമസ്കാരം സ്റ്റാൻലി സർ. നമസ്കാരം സർ, കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഒരു തമാശ മാത്രമാകുന്നു. ഈ പെൺകുട്ടികൾ ഇരയാകുന്ന ഒരുപാട് ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തില് പോസ്റ്റ് ലിബറലൈസേഷൻ, അതായത് 1991-92 ശേഷം വൻതോതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ കൂടിയിട്ടുണ്ട്. അതിന്റെ പ്രതികൾ എന്ന് പറയുന്നത് അന്നത്തെ UPA മാഫിയ അല്ലെ ഇന്നത്തെ ഇന്ത്യ അലയൻസിലെ കക്ഷികളും ഐഡിയോളജിക്കാരും അതിന്റെ പാർട്ട്നേഴ്സുമാണ്. അത് ക്രമാനുഗതം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിലൊരു വലിയൊരു കാര്യം, മറ്റു സ്റ്റേറ്റും കേരളവുമായിട്ടുള്ള വ്യത്യാസം, കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ക്രൈം നടന്നു. ഇപ്പൊ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകും, കിട്ടുന്നില്ല. അപ്പോ ഈ പേരൻസ് നാച്ചുറലി ആദ്യം കംപ്ലൈന്റ് കൊടുക്കാം. ഒരു ടാബ്, ഒരു അഭിമാന പ്രശ്നമുള്ളതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കത്തില്ല. സൂത്രത്തിൽ സർക്കിളിൽ കൂടെയൊക്കെ അന്വേഷിച്ച് കുറച്ച് സമയം കളയും. അത് കഴിഞ്ഞ് പിന്നെ പലരും നിർബന്ധിച്ചാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ വരും. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പോലീസ് ഇവരെ നിരുത്സാഹപ്പെടുത്തും. കേസ് FIR ഇടത്തില്ല, നിവൃത്തിയുണ്ട് FIR ഇടത്തില്ല. അത് നാണക്കേട് വരും, അതാ ഇതാന്നെല്ലാം പറഞ്ഞ് അവരെ ഓടിക്കും, അല്ലെ ചീത്ത വിളിച്ച് ഓടിക്കും. നിങ്ങൾ നോക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞ് പേരൻസിനെ തെറിയും പറഞ്ഞ് ഓടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സെക്കൻഡറി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കുറച്ച് ധൈര്യമൊക്കെ റീഗെയിൻ ചെയ്താണ് അവര് പോലീസിൽ പരാതി കൊടുത്ത് FIR ആക്കുക. ഈ FIR ആക്കി കഴിഞ്ഞാലും പോലീസ് അന്വേഷിക്കുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പയ്യെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വീട്ടിലോട്ട് വരും. പിന്നെ ഒരു അനുഭവമൊക്കെ ചോദിച്ചു, ചേട്ടാ അതെ, നിങ്ങൾ അത് പരാതിയൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ എന്തെങ്കിലുമൊക്കെ അഭ്യാസം അതൊക്കെ നാട്ടിൽ പരസ്യമാവും, മാറും. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടാണ്. പോയത് പോയി, അത് പോലീസ് അന്വേഷിച്ച് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ, തൽക്കാലം നിങ്ങൾ അത് പുഷ് ചെയ്യേണ്ട എന്ന രീതിയിൽ ഇവരെ ഒരു സ്നേഹത്തോടെയുള്ള ഭീഷണിയിലൂടെ ഒതുക്കും. അത് നിർവഹിക്കുന്നത് കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങളാണ്. SFI, DYFI, CITU കമ്മി ടീമുകളാണ് സൂത്രത്തിൽ വന്ന് ഈ പേരൻസിനെ അങ്ങ് ഒതുക്കിക്കളയും. ഇപ്പൊ കേരളത്തില് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2 ഇവന്റ്. ഒന്ന്, ഒരു ഗൾഫിൽ വെച്ച് ജിഹാദിയായ മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ കളമശ്ശേരിയിൽ ഒരു 10 പേരെ ബോംബ് വെച്ചു. അത് കഴിഞ്ഞ് ബംഗ്ലാദേശി ജിഹാദികൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് മഴയില്ലാതെ മഴയുണ്ടെന്നും പറഞ്ഞ് വേള ഉണ്ടാക്കി ഒരു 4 പേരെ ചവിട്ടിക്കും. ഈ രണ്ടിടത്തും ഏകദേശം 100-100 പേർക്ക് പരിക്കേറ്റു. പക്ഷെ ഈ മരിച്ചവരുടെയോ പരിക്കേറ്റവരെയോ ബന്ധുക്കൾ ആരും നഷ്ടപരിഹാരം വേണമെന്നോ ഈ കേസ് അന്വേഷിക്കണമെന്നോ പറഞ്ഞ് പരാതി കൊടുത്തിട്ടില്ല. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് പോലും പരാതി കൊടുത്തിട്ടില്ല. NIA അന്വേഷണം വേണമെന്ന് പരാതി കൊടുത്തിട്ടില്ല. അതേപറ്റി അന്വേഷിച്ചപ്പോഴാണ് വളരെ രസകരമായ ഒരു കാര്യം മനസ്സിലായത്. അവിടെ ചെന്ന രാഷ്ട്രീയക്കാരെല്ലാം അവരോട് പറഞ്ഞു, പോയോ പോയി, പരാതി കൊടുത്താൽ വലിയ കേസും ഒക്കെ വരും, വലിയ പ്രശ്നമാവും എന്നും പറഞ്ഞു. ഇതേ ടെക്നോളജി തന്നെയാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പെൺകുട്ടികൾ കാണാതെ പോകുന്ന കേസുകളിൽ ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും പോലീസും ജിഹാദികളും കൃത്യമായിട്ട് ഉപയോഗിക്കും. സ്നേഹപൂർവ്വമുള്ള ഭീഷണി, ഉപദേശകർ എന്നുള്ള രീതിയിലും സഹായി എന്നുള്ള വ്യാജനയും ഈ പേരൻസിന്റെയും ബന്ധുക്കളുടെ അടുത്തുകൂടി അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഭീഷണികൾ കൊടുക്കുന്നു. ഇതുപോലെ ഒരു പെൺകുട്ടി കാണാതെ പോയ ഒരു കേസുണ്ട്. ഒരു ജസ്ന എന്നും പറഞ്ഞ് ഒരു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പെൺകുട്ടി പോയ ആ കേസിലും ഈ പറഞ്ഞ നാടകങ്ങളെല്ലാം ആയി. അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു KSUവിന്റെ നേതാവ് കേസ് കൊടുത്തു, ഹേബിയസ് കോർപ്പസ്. ഇതിനെ കണ്ടുപിടിക്കണം, അന്വേഷണം വേണമെന്ന്. ആ കേസ് കൊടുത്തിട്ട് അയാൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചാല് വേറെ ആർക്കും കേസ് കൊടുക്കാൻ മേലാത്ത വിധം ആ കേസ് ചവിട്ടിപ്പിടിച്ചു. പിന്നെ കാസക്കാര് കേസിന് പോയപ്പോഴാണ് മനസ്സിലായത് ഈ KSUക്കാരും കോൺഗ്രസുകാരും കൊടുത്ത കേസ് കള്ളക്കേസായിരുന്നു. കാരണം കേസിൽ അന്വേഷിക്കാൻ വേണ്ടിയല്ല, അന്വേഷണം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ട് ചവിട്ടിപ്പിടിച്ചത്. അതിന് കേരളത്തിലെ ഇടതുമുന്നണിയും പോലീസും മീഡിയയും ഈ KSUക്കാർക്ക് സഹായം ചെയ്തു. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയവനെ സഹായിക്കാനും എൻക്വയറി ഇല്ലാണ്ടാക്കാനും കേരളത്തിലെ പോലീസ്, കേരളത്തിലെ മീഡിയ, കേരളത്തിലെ ഇടതുപക്ഷം, കേരളത്തിലെ ജിഹാദി, കേരളത്തിലെ വലതുപക്ഷം, അങ്ങനെ ഇന്ത്യ അലയൻസിന്റെ എല്ലാ കമ്പോണൻസും ഈ ഫീമെയിൽ ട്രാഫിക്കിംഗ്, സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോകുന്ന പരിപാടിയിൽ ഒറ്റക്കെട്ടാണ്. കംപ്ലൈന്റ് വരരുത്, വന്നാൽ അത് FIR ആക്കില്ല, FIR ആക്കിയാൽ അന്വേഷണം നടത്തത്തില്ല, അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ തെക്കോട്ട് പോകേണ്ടതിന് പകരം വടക്കോട്ട് അന്വേഷണം നടത്തും, വടക്കോട്ട് പോകേണ്ടതിന് പകരം തെക്കോട്ട് അന്വേഷണം നടത്തും, എന്നിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ജ്യൂസ് ജിഹാദ്, പിന്നെ മയക്കുമരുന്ന് ജിഹാദ്, അങ്ങനെയെല്ലാം പല പരിപാടികളെല്ലാം വേറെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഇതിന്റെ കേസ് ഫസ്റ്റ് ലെവലിൽ നിന്ന് ഒരിക്കലും സെക്കൻഡ് ലെവലിലോട്ട് പോകത്തില്ല. ഇതിന്റെ ഏതെങ്കിലും പിടിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ചിട്ട് അതിന്റെ പുറകിലുള്ള ആരെയും എക്സ്പോസ് ചെയ്യില്ല. അത് അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു എന്നുള്ള രീതിയിൽ. കാരണം ഇതിന്റെ പുറകിലത്തെ നെറ്റ്വർക്കിനെ പിടിച്ചാലേ അടുത്ത ക്രൈം തടയാൻ പറ്റത്തുള്ളൂ.
അത് ഒരിടത്തും ഈ നെറ്റ്വർക്കിലേക്ക് അന്വേഷണം ഉണ്ടാകുന്നില്ല. ഇതൊരു ഐസൊലേറ്റഡ് ക്രൈം എന്നുള്ള എന്താണ് പറയുന്നത്, ഒറ്റപ്പെട്ട സംഭവം, 1000-ാമത്തെ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പോലീസും പറയുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളെ പറ്റി പറയുന്നതാണ്. 1001-ാമത്തെ പെൺകുട്ടി പോയാലും പറയും 1001-ാമത്തെ ഒറ്റപ്പെട്ട സംഭവം. അപ്പൊ ഇനി ഇത് 1001-ാമത്തെ ഒറ്റപ്പെട്ട സംഭവം അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവമാണെന്ന് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ താല്പര്യമോ ഇല്ല. അവർക്കും അതിൽ താല്പര്യമില്ല. അപ്പൊ ഭരണപക്ഷം കേസ് ഒതുക്കിയോ, കൊള്ളാം, നല്ലത്. ഇതാണ് പോലീസിനും സഹായകരമാകുന്നത്. പ്രതിപക്ഷം ഒറ്റ ഉണ്ടാക്കിയാലേ അന്വേഷണം നടക്കത്തുള്ളൂ. പ്രതിപക്ഷം ഈ കേസുകളിൽ ഒന്നും, മാത്രമല്ല ഭരണപക്ഷത്തിന് കേസ് ഒതുക്കാനുള്ള സഹായമാണ് ഈ ജസ്ന കേസിൽ KSUക്കാരും കോൺഗ്രസ്സുകാരും ചെയ്തു കൊടുത്തത്. അതായത് മുഴുവൻ തെളിവ് 3-4 വർഷം കൊണ്ട് തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും CBIക്ക് കൊടുത്തു. 3-4 വർഷം കഴിഞ്ഞ് CBI എന്ത് ചെയ്യാനാ? CBIക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ? കേസ് അന്വേഷണം CBIക്ക് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ കൊടുക്കണമായിരുന്നു. അപ്പൊ ഇവിടെ ഈ കേസുകളെല്ലാം കേരളത്തിൽ ഇനി ചെയ്യേണ്ടത്, കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് കാണാണ്ട് പോയിട്ടുള്ള എല്ലാ കേസുകളും ഒന്നായിട്ട് CBIയും NIAയും അന്വേഷിക്കണം. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് സാധാരണ കടത്തിക്കൊണ്ട് പോലെ, സാധാരണ ലവ്, ഏതൊക്കെയാണ് ലവ് ജിഹാദ്, ഏതൊക്കെയാണ് നാർക്കോട്ടിക് ജിഹാദ്, ഏതൊക്കെയാണ് ജ്യൂസ് കൊടുത്തി മയക്കിക്കൊണ്ട് പോയത്, ഇങ്ങനെയുള്ള പല രീതിയിൽ ഭീഷണി കൊണ്ട് തട്ടിക്കൊണ്ടുപോയത്, ഇതിനെ സംബന്ധിച്ച് ഇനി ഈ കേസുകൾ മുഴുവൻ ഒതുക്കിയിരിക്കുന്നതും തെളിവ് നശിപ്പിച്ചിരിക്കുന്നതും കേരള പോലീസും LDFും UDFും മീഡിയയും കൂടെയാണ്. അതുകൊണ്ട് ഇനി അവർ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ സിറ്റുവേഷൻ കേരളത്തിൽ വന്നു. പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ വന്നു കേരളത്തിൽ. ഏത് വീട്ടിലും എവിടെയും സംഭവിക്കും. ചോദിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ല ആർക്കും. പോയി വന്നു, അയലോകത്ത് നിർത്തി കൊണ്ടുപോയി. പിന്നെ ഇതിൽ ഈ ക്രൈമുകളിലെല്ലാം ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യകളുടെയും പങ്ക് എന്താണ്? ഈ കുട്ടികളെയൊക്കെ കൊണ്ട് പങ്കെന്താണ്? അതുപോലെ ഈ ബോംബെ മാഫിയ ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കുട്ടിയെ കൊണ്ടുപോയതിൻ്റെ അകത്ത് കുട്ടികൾ ഇവിടുന്ന് പോകുന്നു, ഡ്രസ്സ് മാറുന്നു, കുട്ടികളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ, അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് ബ്യൂട്ടി പാർലർ, കൃത്യമായിട്ട് പോകാൻ ആൾക്കാർ, ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ബോംബെയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പിള്ളേർക്ക് 10-15 വയസ്സുള്ള പിള്ളേർക്കൊന്നും പറ്റത്തില്ല. ഇത് കൃത്യമായിട്ട് ആരൊക്കെയോ വരച്ച വരയെ കൂടെയാണ് പിള്ളേർ പോയിരിക്കുന്നത്. ആരൊക്കെയോ ഗൈഡ് ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ ട്രെയിനിൽ കൂടെ ഒരാൾ മാത്രമല്ല പലരും സഞ്ചരിച്ചിട്ടുണ്ട്. ഇവരെ അവിടെ റിസീവ് ചെയ്യാൻ ആളുണ്ട്. എന്തോ ഒരു പാകപ്പിഴ പറ്റിയത് കൊണ്ടാണ് ഈ ന്യൂസ് പുറത്തു പോയതും പേരൻസ് പെട്ടെന്ന് പോലീസിനെ അപ്രോച്ച് ചെയ്തോ നാട്ടുകാരെ അപ്രോച്ച് ചെയ്ത് ന്യൂസ് ലീക്ക് ആയതുകൊണ്ടാണ് ഇത് പിടിക്കാൻ പറ്റിയത്. അതെന്താണേലും അവിടുത്തെ ഈ കേസിൽ അവിടുത്തെ ലോക്കൽ പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവർ പോയ റൂട്ട് സ്കെച്ച് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പിള്ളേരെ കിട്ടി. കിട്ടാത്തവർ ഇപ്പോഴാണ് പല പരാതിയും 1 മാസം കഴിഞ്ഞതും 2 മാസം കഴിഞ്ഞതും 1 വർഷം കഴിഞ്ഞതും ഒക്കെ പരാതി ഇപ്പൊ ഇഷ്ടം പോലെ പത്രത്തിൽ കൂടെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കേസുകളൊക്കെ അന്വേഷിക്കാതെ ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മാത്രമല്ല ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിൽ പിണറായി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം 2014 ശേഷം 10 ഇരട്ടി വർധനവുണ്ടായി. അപ്പൊ അത് കുറച്ച് കാണിക്കാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു അഭ്യാസം, ഇങ്ങനെ വരുന്ന കംപ്ലൈന്റുകൾ FIR ആക്കിയിട്ടില്ല. FIR ആക്കിയാലേ അത് കംപ്ലൈന്റ് ആയിട്ട് അവിടെ കിടക്കത്തുള്ളൂ. അത് ചേട്ടാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പരാതി കൊടുത്താൽ ചേട്ടനും കുടുംബത്തിനും നാണക്കേട്, ഞങ്ങൾ അന്വേഷിച്ചിട്ട് കൊച്ചിനെ കിട്ടിക്കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടും തന്നേക്കാവുന്ന SIയും സർക്കിളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസില്ല, കൊച്ചു പോയ വഴി പോയി. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. NIAയും CBIയും കൂടെ ഉള്ള ജോയിന്റ് ആയിട്ട് ഇത് അന്വേഷിക്കണം. കാരണം കഴിഞ്ഞ 30 വർഷം കൊണ്ട് അനേകം ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത്, എത്ര എണ്ണം സിറിയ പോയി, ഇറാഖിൽ പോയി, ആട് മേയ്ക്കാൻ പോയി, ഇതും അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇത് രാജ്യ സുരക്ഷയുടെ പ്രശ്നമാണ്, സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് വൻതോതിൽ സ്ത്രീകളെ കൊണ്ടുപോയി ബോംബെയിലും മറ്റു സ്ഥലത്തുമുള്ള വ്യഭിചാര കേന്ദ്രങ്ങളിൽ വിൽക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഒന്നുമല്ല, ടൂറിനൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ഇപ്പൊ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്, പീഡനം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ ഒരു നടപടി വേണം. കാരണം ഈ കേസുകളെ മുഴുവൻ കൊല്ലുന്നത്, ഈ കേസുകളെ മുഴുവൻ വക്രിപ്പിച്ച് കൊല്ലുന്നതും നറേഷൻസ് ഉണ്ടാക്കി വിടുന്നതും പ്രതികളെ മുക്കിയിട്ട് വ്യാജ പ്രതികളെ ഇൻസേർട്ട് ചെയ്യുന്നതും കേരളത്തിലെ മെയിൻ TV ചാനലുകളും പത്രങ്ങളുമാണ്. പ്രസ്റ്റിറ്റ്യൂട്ട് മാഫിയ, കേരളത്തിന്റെ മെയിൻ TV ചാനലുകളും പത്രങ്ങളും അടങ്ങുന്ന പ്രസ്റ്റിറ്റ്യൂട്ട് മാഫിയ വ്യാജ നറേഷനുകൾ, എല്ലാ കേസിലും വ്യാജ നറേഷനുകളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു അന്വേഷണം കേന്ദ്രം, ഇപ്പൊ ഒത്തിരി ഫോറിൻ ഫണ്ട് വന്നു മീഡിയയ്ക്ക് എന്നുള്ള ഒരു ന്യൂസ് കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു കേന്ദ്രത്തിന്റെ അന്വേഷണം വേണം. ഇല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഓൾറെഡി വട്ടപൂജ്യമാണ്. കുറച്ചുകൂടെ കഴിയുമ്പം വീട്ടിൽ കയറി തട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. റോഡിൽ കൂടെ നടക്കുന്നവരെ, കോളേജിൽ പോകുന്നവരെ, സ്കൂളിൽ പോകുന്നവരെ അല്ല, വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കേരളത്തിലെ ചത്ത് കിടക്കുന്ന വനിതാ കമ്മീഷനൊക്കെ ഒന്ന് ഉറക്കം തെളിയാൻ, ചത്ത് കിടക്കുകയാണ് വനിതാ കമ്മീഷനൊക്കെ കുറെ കാലമായിട്ട് ചത്ത് കിടക്കുക, 5-8 വർഷമായിട്ട്. അപ്പൊ അവരോടൊന്ന് ഉറക്കം തെളിയാനും കൂടി ആവശ്യപ്പെടുന്നു.